അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ കച്ചവടം, ബിസിനസ് എല്ലാത്തിലും അല്ലാഹു ഖൈറുകൾ വാരിക്കോരി നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും സ്ഥിരമായി ഒക്കെ പറയാറുള്ള അള്ളാഹുവിൻ്റെ 99 പേരുകൾ, അസ്മാ ഉൽ ഹുസ്ന. ആ അസ്മാ ഉൽ ഹുസ്നയുടെ ശ്രേഷ്ഠതകളും പ്രത്യേകതകളും നമുക്കൊക്കെ അറിയാവുന്നതാണ്. പല വീഡിയോകളിലായി നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് അള്ളാഹുവിൻ്റെ ആ 99 പേരുകളിൽ നിന്നും 3 പേരുകൾ, 3 ഇസ്മുകൾ, ആ 3 ഇസ്മുകൾ നമ്മൾ തിരഞ്ഞെടുത്ത് ആ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ്, അതോടൊപ്പം തന്നെ ആ ഇസ്മുകൾ എത്ര പ്രാവശ്യം വെച്ച് ഏത് സമയത്താണ് പറയേണ്ടത് എന്നും നമ്മൾ ഇൻഷാ അല്ലാഹ് പരിശോധിക്കാൻ പോവുകയാണ്. ഒന്നാമതായി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, പല ആളുകളും പറയാറുണ്ട്, ഉസ്താദേ ആ കാര്യമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ആ കാര്യങ്ങളൊന്നും നടക്കൂല എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, പക്ഷെ അത് പുറത്തു പോലും നമ്മൾ പറയുന്നില്ല, കാരണം അതൊന്നും നടന്ന് കിട്ടൂല എന്ന് നമുക്കറിയാം. അങ്ങനെ ചില ആഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നല്ലൊരു വീട് വേണം, നല്ലൊരു വാഹനം വേണം, നല്ലൊരു ജോലി വേണം, നല്ല സന്താനങ്ങൾ വേണം, നല്ല സമ്പത്ത് വേണം. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹ സഫലീകരണം, ആഗ്രഹ പൂർത്തീകരണം, ഖളാഉൽ ഹാജ, ഇങ്ങനെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് അള്ളാഹുവിൻ്റെ 99 പേരുകളിൽപ്പെട്ട ഒരു ഇസ്മ നമ്മൾ അത് മുറുകെ പിടിച്ചാൽ ഇൻഷാ അല്ലാഹ് നടക്കില്ല എന്ന് നമ്മൾ 100% ഉറപ്പിച്ച കാര്യവും അല്ലാഹു തആല അത് ഖൈറാണെങ്കിൽ നമുക്ക് നടത്തിത്തരുന്ന ഒരു ഇസ്മ, അത്ഭുതപ്പെടുത്തുന്ന ഇസ്മാണ് നമ്മൾ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു ഇസ്മ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ഈ ഇസ്മ നമ്മൾ ഖിബ്ലയിലേക്ക് നേരെ നിന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ഈ ഒരു ഇസ്മ പറയേണ്ടത്? 501 പ്രാവശ്യമാണ്. 501 പ്രാവശ്യം 7 ദിവസം തുടർച്ചയായി തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ഖിബ്ലയിലേക്ക് മുന്നിട്ടുകൊണ്ട് 501 പ്രാവശ്യം തസ്ബീഹ് മാല വെച്ചോ അല്ലെങ്കിൽ കൗണ്ടർ നെക്കി പിടിച്ചോ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ എൻ്റെ ആ ആഗ്രഹം നീ സഫലീകരിച്ച് തരണേ അല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു തആല ആ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ ഉറപ്പാക്കിയ ആ ഒരു ആഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹു നിർവഹിച്ച് നൽകുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ ഈ ഒരു ഇസ്മിൻ്റെ പ്രത്യേകതയായി എഴുതി വച്ചിട്ടുണ്ട്. ഏതാണ് ആ ഇസ്മെന്നറിയോ? ഏതാണ് ആ പേര്? യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. ഈ റഹ്മാൻ റഹീം എന്ന 2 ഇസ്മുകൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇസ്മു പറയുന്നത്. യാ അർഹമർ റാഹിമീൻ, കരുണയുള്ള റബ്ബേ, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന, നാളെ പരലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്ന അല്ലാ എന്നർത്ഥമുള്ള ഈ 2 ഇസ്മുകൾ ചേർത്ത് യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആഗ്രഹവും അല്ലാഹു സഫലീകരിച്ച് തരുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത് നമ്മൾ മുറുകെ പിടിക്കാൻ തയ്യാറാവുക. പ്രത്യേകിച്ച് ഗൾഫിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരും ഗൾഫിൽ പോയിട്ട് ജോലി ശരിയാകാത്തവരുമൊക്കെ ഈ ഒരു ഇസ്മ മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത്, കുന്നോളം കടങ്ങളുണ്ടെങ്കിലും അതുപോലെ തന്നെ മകളുടെ കല്യാണം കഴിഞ്ഞ് ഒരുപാട് കടത്തിൽ പെട്ടുപോയ ആളുകളുണ്ട്.
ഒരുപാട് കച്ചവടമുണ്ടായിരുന്നു, കച്ചവടം നഷ്ടത്തിലായി കടത്തിൽ പെട്ടുപോയവരുണ്ട്. അതുപോലെ തന്നെ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. ഒരു രക്ഷയുമില്ല ഉസ്താദേ, ഒരു ഐശ്വര്യവുമില്ല, രോഗങ്ങളാണ്, ശാരീരികമായ രോഗം, മാനസികമായ രോഗം എന്നിങ്ങനെ എപ്പോഴും പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പറയുന്ന ആളുകളാണോ? അവരെല്ലാവരും എന്ത് ചെയ്യണം? 7 ദിവസം 100 തവണ 100 പ്രാവശ്യം മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഈ ഒരു ഇസ്മ, അള്ളാഹുവിൻ്റെ ഇസ്മ പറഞ്ഞു കഴിഞ്ഞാൽ, മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്, 7 ദിവസം 100 പ്രാവശ്യം വെച്ച് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഈ ഒരു ഇസ്മ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എൻ്റെ കടങ്ങൾ നീ മാറ്റിത്തരണയല്ലാ, പ്രയാസങ്ങൾ മാറ്റിത്തരണയല്ലാ നമ്മൾ ദുആ അരക്കണം. അസ്മാഉൽ ഹുസ്നയിലെ 13ാമത്തെ പേരാകുന്ന യാ ബാരിഉ യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ് എന്ന ഇസ്മ ശമനം നൽകുന്നവനെ, കടങ്ങൾ മാറ്റുന്നവനെ, രോഗങ്ങൾ ശിഫയാക്കുന്നവനെ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഇസ്മ നമ്മൾ 7 ദിവസം മഗ്രിബ് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ 100 പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ഏത് കുന്നോളം കടങ്ങളുണ്ടെങ്കിലും മലയോളം കടങ്ങളുണ്ടെങ്കിലും അള്ളാഹു മാറ്റിത്തരുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. ഇനി 3ാമതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇസ്മ അസ്മാഉൽ ഹുസ്നയിലെ 49ാമത്തെ ഇസ്മ. ഈ ഇസ്മ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തെറ്റുകളിൽ മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്. നന്മ ചെയ്യാൻ ഒരു തോന്നലുമില്ല, എപ്പോഴും തെറ്റുകൾ മാത്രം ചെയ്യാൻ, പാപങ്ങൾ ചെയ്യാൻ മാത്രമാണ് മനസ്സ് തോന്നിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിഷമം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. വെള്ളപ്പാണ്ട്, സോറിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗം, ശരീരം മുഴുവനും ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കുന്ന അല്ലെങ്കിൽ ചൊറിച്ചിൽ വരുന്ന ഒരു പ്രത്യേകതരം ഒരു രോഗമാണ്. അള്ളാഹു ആർക്കെല്ലാം എന്തെല്ലാം ആ രോഗം കൊടുത്തിട്ടുണ്ടോ, അതുപോലത്തെ രോഗങ്ങൾ കൊടുത്തിട്ടുണ്ടോ, ശിഫ കൊടുക്കട്ടെ അള്ളാഹു തആല. അള്ളാഹു അവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. ആ രോഗം മാറാൻ, വെള്ളപ്പാണ്ട് രോഗം മാറാൻ, അതുപോലെ കുഷ്ഠരോഗമൊക്കെ ഉള്ളവർക്ക്, ക്ഷയരോഗമുള്ളവർക്ക്, അങ്ങനെയുള്ള TB അസുഖം എന്ന് പറയില്ലേ, അതൊക്കെ അത്തരത്തിൽ അസുഖമുള്ള ആളുകൾ, അതുപോലെ പിശാചിൻ്റെ ഉപദ്രവമുള്ള ആളുകളുണ്ട്. മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ സ്വഭാവം ദൂഷ്യമായ ആളുകളുണ്ട്. മക്കളുടെ സ്വഭാവം നന്നാവാൻ, ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ഈ ഒരു ഇസ്മ നമ്മൾ മുറുകെ പിടിച്ച് നമ്മൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുന്നതാണ്. ഏതാണ് ആ ഇസ്മ? അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ 49ാമത്തെ ഇസ്മാകുന്ന യാ മജീദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ, ആ ഒരു പേര് നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം, ഏത് സമയമൊന്നുമില്ല, ഒരു ദിവസം 101 വട്ടം എല്ലാ ദിവസവും മുടങ്ങാതെ ഏതെങ്കിലും ഒരു സമയത്ത് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഏതാഗ്രഹവും അള്ളാഹു നമുക്ക് സഫലീകരിച്ച് നൽകും. നന്മകൾ ചെയ്യാനുള്ള തോന്നലുണ്ടാകും. മാറാ രോഗങ്ങളെ തൊട്ട് കാവലുണ്ടാകും. പിശാചിൻ്റെ ഉപദ്രവങ്ങളെ തൊട്ട് കാക്കുന്നതാണ്. സ്വഭാവങ്ങൾ അള്ളാഹു നന്നാക്കി തരുന്നതാണ്. 3 ഇസ്മുകൾ, അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ 3 ഇസ്മുകളും എപ്പോൾ പറയണം, എത്ര പ്രാവശ്യം പറയണമെന്ന് നമ്മൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഈ 3 ഇസ്മുകൾ മാത്രമല്ല, അസ്മാഉൽ ഹുസ്നയിലെ എല്ലാ പേരുകൾക്കും ശ്രേഷ്ഠതയാണ്. ഒരു ദിവസം ഈ അസ്മാഉൽ ഹുസ്നയുടെ പേരുകൾ മൊത്തം നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ദുആ രക്കണം. നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കും, വേഗത്തിൽ സ്വീകരിക്കും. അപ്പോൾ അസ്മാഉൽ ഹുസ്ന
99 പേരുകൾ മനഃപ്പാടമുള്ളവർ അത് നിത്യമാക്കുക, ഇല്ലാത്തവർ അത് മനഃപ്പാടമാക്കുക. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പറഞ്ഞ ഈ 3 പേരുകൾ മുറുകെ പിടിക്കുക. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അള്ളാഹു മാറ്റിത്തരും. അള്ളാഹുവിനെല്ലാം കഴിവുള്ളവനാണ്. അള്ളാഹു താല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ഈ ഇസ്മുകളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു താല നമ്മുടെ ജീവിതം ഖൈറിലും സലാമത്തിലുമാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ. ഇതുപോലെ ഒരുപാട് നന്മകൾ നിറഞ്ഞ വീഡിയോകൾ വരുമ്പോൾ, ഇൽമുകൾ നിറഞ്ഞ വീഡിയോകൾ വരുമ്പോൾ അതൊക്കെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ വരുന്ന വീഡിയോകൾ എത്തിച്ചു കൊടുക്കുക. അവരും കാണട്ടെ, അവരും പ്രവർത്തിക്കട്ടെ, അവർക്കും നമ്മളെപ്പോലെ വലിയ പ്രതിഫലങ്ങൾ കിട്ടട്ടെ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഓരോ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ദുആ വസിയത്താണ്. അല്ലാഹു തആല അവർക്കും നമുക്കെല്ലാം എല്ലാവിധ ഖൈറുകളും സലാമത്തുകളും ബറകാത്തുകളും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കടങ്ങളുള്ളവരുണ്ട്, അതുപോലെ പ്രശ്നത്തിൽ പെട്ടുപോയവരുണ്ട്, കേസുകളിൽ പെട്ടുപോയവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങളിൽ പെട്ടുപോയവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ സമാധാനവും കൊടുക്കട്ടെ. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.